നമസ്കാരം. ചന്ദ്രൻ മിഥുനം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് നീങ്ങാൻ പോകുന്നു. ഇന്ന് ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 10ാം ദിവസമാണ്. ഈ ദിവസം ശോഭനയോഗം, രവിയോഗം, പുണർദം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും സംഭവിച്ചിരിക്കുകയാണ്. ജ്യോതിഷപ്രകാരം 5 രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഇന്നേ ദിവസം വളരെ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നാണ് പരാമർശിക്കുന്നത്. കൂടാതെ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ അപൂർവമായ നേട്ടങ്ങൾ കടന്നു വരുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം തേടിയെത്തിയിരിക്കുന്നത് എന്ന് പ്രധാനമായും മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമാണ്. ഇവർക്ക് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ കൈവരും എന്ന് തന്നെ പറയാം. വസ്തു വാങ്ങാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത് സഫലമാകുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. തടസ്സങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന അവസരം കൂടിയാണ്. ദൈവവിശ്വാസം വളരെയധികം വർദ്ധിക്കും. ജോലിയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല ഫലങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ആ കാര്യവും ഏവരും പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസമാണ് ഇന്ന് എന്ന് തന്നെ പറയാം. മിഥുനം രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ദിവസമാകുന്നു. ജോലികൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും. ഭാഗ്യത്തിന്റെ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ്. പണം സമ്പാദിക്കാനുള്ള വഴികൾ ഇവർക്ക് തുറക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം ലാഭം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ലാഭം നേടുവാൻ നിങ്ങൾക്ക് വളരെയധികം സാധ്യത കൂടുതലുള്ള ദിവസം കൂടിയാണ് ഇന്ന്. വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുവാനും അത് നിങ്ങൾക്ക് അനുകൂലമാക്കുവാനും ഇന്നേ ദിവസം സാധിക്കും. ആ ലക്ഷ്യം കൈവരിക്കുവാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അതിൽ വിജയം കാണുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണം എങ്കിൽ തീർച്ചയായും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അനുകൂലമായി ഭവിക്കും. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. ഇരുവരും തമ്മിലുള്ള പരസ്പര ഏകോപനം മികച്ചതായിരിക്കും. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരുന്നതിനോടൊപ്പം പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. ഇന്നേ ദിവസം അനുകൂലമായ ദിവസമാണ് എന്ന് പറയാം. ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ഇന്ന് അനുയോജ്യമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ ദിവസം തന്നെയായി മാറും. സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന് പറയാം. ശുഭകരമായ വാർത്തകൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലിയിൽ വളരെയധികം ഉത്സാഹം നിറഞ്ഞവരായി നിങ്ങൾ തീരും. മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ്. ജോലിയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാനും മുന്നോട്ട് ശുഭകരമായി തന്നെ പോകുവാനും സാധിക്കും. ജോലിസ്ഥലത്ത് പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരുന്നതായ ദിവസമാണ്.
കരിയറുമായി ബന്ധപ്പെട്ട് ശുഭകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഗുണകരമാണ് ഈ ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കുക. വൃശ്ചികം രാശിക്കാരുടെ ആരോഗ്യം മികച്ചതായി തീരും. നിയമപരമായ കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായ ദിവസം കൂടിയാണ് ഇത്. പങ്കാളിയുമായുള്ള ബന്ധം ശുഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ശുഭകരമായ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബന്ധം മികച്ചതായി തീരും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ബുദ്ധിപരമായി തന്നെ നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. അത് ദീർഘകാലം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രതീക്ഷിക്കാതെ തന്നെ ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്ന് ചേരുന്നതായ ദിവസം എന്ന പ്രത്യേകതയുമുണ്ട്. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് തുണയ്ക്കുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു. ഈ സമയം ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ദിവസമാണ്. എന്നാൽ കഠിനാധ്വാനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകിച്ചും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഹനുമാൻ സ്വാമിയെ ഇന്ന് ഭജിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് ശുഭകരമായ ദിവസം തന്നെയാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സ്വാധീനം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ ദിവസം. നല്ല വ്യക്തികളിൽ നിന്നും ഉപദേശങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായ അവസരങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഇന്ന് നിങ്ങൾക്ക് ഉള്ള ദിവസം തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ അനുകൂലമായി തീരുക തന്നെ ചെയ്യും. പല ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി സംബന്ധമായി പുതിയ നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. കരിയറുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. സുഖ സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളും വർദ്ധിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം പകർന്ന് നൽകുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. അനുകൂലമായ പാത തെളിയും എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്നു വരും. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷമുള്ളതിനാൽ ഭാഗ്യം ഇരട്ടിക്കുന്നതായ ദിവസം.